നമസ്കാരം. കഴിഞ്ഞ 2.5 വർഷക്കാലമായി കുംഭരാശിയിൽ നിന്നിരുന്ന ശനി 2025 മാർച്ച് 29 രാത്രിയിൽ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളായി കഷ്ടതകൾ അനുഭവിച്ചിരുന്ന 5 രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയുടെ, അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. ശത്രുക്കളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള അതിശയിപ്പിക്കുന്ന ഫലങ്ങളാണ് ഈ 5 രാശിക്കാർക്കും സംഭവിക്കുന്നത്. എല്ലാവിധത്തിലും ഐശ്വര്യം, എല്ലാവിധത്തിലും നേട്ടങ്ങൾ. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം വന്നു ചേരാൻ പോവുകയാണ്. ഇടവൻ രാശിക്കാർക്കും, കർക്കിടകൻ രാശിക്കാർക്കും, തുലാൻ രാശിക്കാർക്കും, വൃശ്ചികൻ രാശിക്കാർക്കും, മകരം രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. അതേസമയം ശനി മാറുന്ന മീനൻ രാശിയുടെ കേന്ദ്ര രാശികളായ ധനു, കന്നി, മിഥുനം രാശികളിൽ ജനിച്ചവർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ്. കുംഭം, മീനം, മേടൻ രാശിക്കാർക്ക് 7.5 ശനിയും കണ്ടകശനി അനുഭവിച്ചിരുന്ന ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയും ബാധകമാണ്. ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ പറയുന്ന 5 രാശിക്കാർക്ക് ഏറ്റവും വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ്. ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ ഭാഗ്യം വന്നു ചേരുന്നത്? ഇവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു കാലയളവിൽ ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. 5 രാശിക്കാരെ ഇനി പിടിച്ചാൽ കിട്ടില്ല. അത്രയധികം ഉയർച്ചയാകും ഇവർക്ക് സംഭവിക്കുക. വലിയൊരു നേട്ടം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇടവക്കൂറുകാരെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. നാളെ ഞായറാഴ്ചയാണ്. പ്രത്യേക പൂജയുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ്. ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇടവക്കൂറുകാർക്ക് കണ്ടകശനി മാറി ശനി 11ാം ഭാവത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഒരു ഗ്രഹം 11ാം ഭാവത്തിലേക്ക് വരികയാണ് എങ്കിൽ നമുക്ക് ചില നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. കഷ്ടകാലം മാറി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്നു. ഇടവക്കൂറിലെ കാർത്തികയും രോഹിണിയും മകീരവും. ഇടവക്കൂറുകാർക്ക് കണ്ടകശനി മാറി ശനി 11ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. ചിരകാല സ്വപ്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഒരു ജോലിയിൽ പ്രമോഷൻ, അല്ലെങ്കിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന സമയം. ഇഷ്ടസ്ഥാനത്തേക്ക് മാറ്റം, അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വരാവുന്നതാണ്. ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിജയിക്കാൻ ഇനി ഇവർക്ക് കഴിയും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. വിദേശയാത്രയ്ക്ക് അവസരം ദൈവകൃപയാൽ വന്നു ചേരും. പ്രണയത്തിൽ ആഗ്രഹസാഫല്യം, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും. ആഗ്രഹിച്ച വിവാഹം നടക്കും. വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് ഇണക്കമൊക്കെ മാറി അതീവ സമ്പന്നതയിൽ നല്ല സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനൊക്കെയുള്ള ഒരു യോഗം വന്നു ചേരും. കോടതി വ്യവഹാരമൊക്കെ വിജയത്തിലെത്തും. പുതിയ ഓൺലൈൻ സൗഹൃദങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ലഭിക്കും. എല്ലാ രീതിയിലും നേട്ടമാണ്. എല്ലാ രീതിയിലും ഒരുപാട് സമ്പൽ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും. അടുത്തത് കർക്കിടകൻ രാശിക്കാരാണ്. കർക്കിടകൻ രാശിക്കാർക്കും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഒരു ശനിമാറ്റം കൊണ്ടെത്തിക്കുന്നത്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമശനിയുടെ കഷ്ടതകളിൽ നിന്നും ഇനി ഭാഗ്യഭാവത്തിലേക്ക് മാറുകയാണ്. അപ്രതീക്ഷിത ധനലാഭം വന്നു ചേരും. ചിരകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. വലിയ സംരംഭങ്ങൾ ലഭിക്കുകയും അത് വിജയത്തിലെത്തുകയും ചെയ്യും. പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും, ഉറപ്പാണ്. ഓൺലൈൻ വഴിയുള്ള ബന്ധങ്ങൾ പിന്നീട് ബാധ്യതയായി മാറാതൊക്കെ സൂക്ഷിച്ചോണം.
ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗുണകരമാണ്. ഒരു കാര്യത്തിലും എടുത്തുചാട്ടം വേണ്ട. ക്ഷമ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നേട്ടമാണ്. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി തുലാം രാശിയിലെ ചിത്തിര, ചോതി, വിശാഖം ഇവർ രക്ഷപ്പെടുന്ന സമയം. തുലാക്കൂറുകാർക്ക് ശനി 6ാം ഭാവത്തിലേക്ക് മാറുകയാണ്. പല വഴിയിൽ നിന്നും ധനപരമായി ഒരുപാട് നേട്ടം വന്നു ചേരും. അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം, കടബാധ്യതകൾ കുറഞ്ഞുവരും, ബിസിനസ്സിൽ വരുമാനമുണ്ടാകും, പൊതുപ്രവർത്തകർക്ക് ഉയർച്ചയുണ്ടാവും, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും, പുതിയ അവസരങ്ങൾ വന്നു ചേരും, ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കും, മക്കളോടൊപ്പം പുണ്യതീർത്ഥ യാത്രകൾക്ക് യോഗമുണ്ട്, ഭൂമി, ഗൃഹം, വാഹനം ഇതൊക്കെ വാങ്ങുവാനും പുതുക്കി പണിയുവാനും ഒക്കെയുള്ള യോഗം വന്നു ചേരും, മംഗല്യഭാഗ്യം വന്നു ചേരും, ജോലി മാറ്റം, ഇഷ്ടസന്താനലബ്ധി, സ്ഥലമാറ്റം ഇവയെല്ലാം അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. അടുത്തത് വൃശ്ചികൻ രാശിക്കാർ. വൃശ്ചികൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് വേദനകൾ അനുഭവിച്ച സമയമായിരുന്നു. എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. വൃശ്ചികക്കൂറുകാർക്ക് ശനി 5ാം ഭാവത്തിലേക്ക് മാറുകയാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ആരോഗ്യകാര്യങ്ങളിലും അവഗണിക്കരുത്. വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരും. പരീക്ഷയൊക്കെ നന്നായി എഴുതുക. ജയിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. എല്ലാ രീതിയിലും വലിയ ഉയർച്ചയും ഭാഗ്യവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് ശനി 5ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. അടുത്തത് മകരരാശിക്കാരാണ്. മകരരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ മകരക്കൂറുകാർക്ക് ശനി 3ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അകന്നിരുന്ന ബന്ധുക്കൾ അടുക്കും. വിദേശ ജോലി, ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം, പുതിയ സൗഹൃദങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം, പ്രണയം പൂവണിയും, രോഗവിമുക്തി, മുടങ്ങിക്കിടപ്പുള്ള പണികൾ പൂർത്തിയാകും, സാമൂഹ്യ പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, ബിസിനസ് വിപുലീകരിക്കാനും പഠന ഗുണം, പരീക്ഷാ വിജയം, തൊഴിൽ ലാഭം, വിവാഹം ഇവയൊക്കെ നടക്കുന്ന സമയം. അകന്നിരുന്ന ദമ്പതികൾ അടുക്കും. ഗുണകരമായ ഉദ്യോഗ മാറ്റവും ഉണ്ടാകും. കാർഷിക മേഖലയിൽ ഗുണം, വ്യത്യസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും, വ്യാപാരം വിപുലമാകും. മകരക്കൂറുകാർക്ക് നേട്ടമാണ്. മകരൻ രാശിയിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.